എന്തിനേക്കാളും ഉപരി നീ ദൈവത്തെ സ്നേഹിക്കണം, എന്തിനേക്കാളും ഉപരി നീ ഈശോയെ സ്നേഹിക്കണം. അതാണ് അച്ഛൻ അവസാനമായിട്ട് പറയുന്നത്. സെമിനാരി ജീവിതത്തിൽ ചെറിയൊരു അനുഭവം പറയാം. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരി ചേരണേ, എന്നുവെച്ചാൽ അച്ഛനാകാൻ ചേരണേ. അച്ഛനാകാൻ ചേരുമ്പോൾ എനിക്ക് വലിയ പരിപാടിയൊന്നും അറിയത്തില്ല. കാരണം പണിയെടുക്കാൻ അറിയാൻ പാടില്ല, വേർപ്പിൻ്റെ അസുഖമുള്ള മനുഷ്യനാണ്, ഒരു കാര്യം ചെയ്യാൻ അറിയത്തില്ല, മടിയാണെന്ന് പറഞ്ഞാൽ മടിയനായിരുന്നു ഞാൻ. അങ്ങനെയുണ്ട് സെമിനാരി ചേരണം. സെമിനാരി ചെയ്തിട്ട് ആദ്യത്തെ വലിയ ഒരാഴ്ച കുഴപ്പമുണ്ടായിരുന്നില്ല. 2ാമത്തെ ആഴ്ച ഞങ്ങളുടെ റെക്ടറച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, സെമിനാരിയിലെ ജോലികളൊക്കെ മക്കൾ ചെയ്യണം. അച്ഛനാകാൻ പോകാനൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഒരൊറ്റണം ഉണ്ടാവില്ലിരിക്കും. ഉണ്ടോ? നിങ്ങൾക്ക് പിന്നെ പോകണമെന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പോവാം സന്തോഷത്തോടെ, ഇപ്പൊ കൊള്ളാം. ഞാനത് പണ്ടത്തെ സെമിനാരി ജീവിതമായിട്ട് ഇപ്പൊ പറയണേ, അത് ഓർത്തിട്ട് നിങ്ങൾ ആരും ഇപ്പൊ സങ്കടപ്പെടരുത്. ഞാൻ റെക്ടറസ് ഞങ്ങളെ വിളിച്ചിരുത്തിട്ട് പറഞ്ഞു, മക്കളെ സെമിനാരിൽ എല്ലാ പണിയും ചെയ്യണം. ഞാൻ പറഞ്ഞു ശരി. ഞങ്ങളന്ന് 36 പേരുണ്ട്, ഞങ്ങൾ സെമിനാരിൽ എല്ലാ പണിയും ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു ശരി, ഞങ്ങൾ ചെയ്തോളാം. ചെയ്തോളാന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ പന്നിക്കൂട് വൃത്തിയാക്കല. നല്ല സൂപ്പർ പരിപാടിയാ. സൂപ്പർ പരിപാടി എന്ന് വെച്ചാൽ സൂപ്പർ പരിപാടി. ഈ പന്നിക്കൊരു പ്രത്യേകതയുണ്ട്. പന്നീൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പന്നിക്കയുടെ വിചാരം അതിനെന്തോ തിന്നാൻ കൊടുക്കാണെന്നാ. അതപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും. ഇതിനെ കാണുമ്പോൾ ഞാൻ വേണമെങ്കിൽ പേടിച്ചോടും. ഇതന്നെ പരിപാടി. പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്നൊരു കളിയുണ്ട്, കുളങ്കര അല്ലേ. ഒരാൾ കുളത്തിൽ ചാടുന്നു, മറ്റൊരാൾ കരയിൽ ചാടുന്നു. ഇതന്നെ പരിപാടി. പിന്നെ റെക്ടറച്ചൻ വന്ന്, ഞങ്ങൾക്ക് റെക്ടറച്ചൻ്റെ ഒരു പ്രത്യേകത, ഈ ജോലി സമയത്ത് റെക്ടറച്ചൻ ഇങ്ങനെ നടക്കും. റെക്ടറച്ചൻ എന്ന് പറയുന്നത് സെമിനാറിൽ ഞങ്ങളെ നോക്കാനുള്ള അച്ഛനാട്ടോ. അപ്പൊ അച്ഛനിങ്ങനെ നടക്കും. അച്ഛൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാനും പന്നിക്കുട്ടനും കടന്ന് കളിച്ചോണ്ടിരിക്കുക, ഞങ്ങൾ അമ്മയിലും കളിച്ചോണ്ടിരിക്കുക. റെക്ടറച്ചൻ ഇങ്ങോട്ട് വിളിച്ചു, മോനെ എന്തെങ്കിലും പണി അറിയോ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ച ഒന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. 2ാമത്തെ ആഴ്ച എനിക്ക് കിട്ടിയത് പട്ടിക്കൂട് വൃത്തിയാക്കല. നിങ്ങൾക്കറിയാം, ഈ പട്ടീനൊക്കെ വളർത്താൻ ഇഷ്ടം, പക്ഷേ ഇതിൻ്റെ വയറ്റിൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു മണമുണ്ട്. അതാണെങ്കിൽ ഈ കൂട്ടിക്കടന്നത് ചവിട്ടി 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 ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. ഒരു മണം പിടിച്ച മുറിയായിരിക്കും. ഇതെന്താ ഞങ്ങളുടെ സെമിനാറിൽ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ പട്ടീന് 2 എണ്ണത്തിന് 2 ജമണ്ടം പട്ടിയാ അതുപോലെ വിസർജനം ചെയ്തിട്ടുണ്ടാവും. അതിനെ പുറത്തിറക്കും, നമ്മളങ്ങടെ അകത്ത് കയറ്റും, എന്നിട്ട് വാതിലങ്ങോട്ട് അടിച്ചും ക്ലീൻ ചെയ്തോളാൻ പറയും. ഞാനാണെങ്കിൽ മൂക്ക് പൊത്തിയിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാനും പറ്റുന്നില്ല, കാരണം എനിക്ക് വയർപ്പിൻ്റെ അസുഖം കൊണ്ട് പണിയെടുത്ത് ശീലമില്ല. 2 കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ സെമിനാറിൽ ഒരു പ്രത്യേകത, ഈ റെക്ടറച്ചൻ എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ ഇറങ്ങും. ഇങ്ങനെ സെമിനാറിയുടെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ തൊട്ട് തലോടിയൊക്കെ നടക്കും. ഇങ്ങനെ തൊടും, തൊട്ടിട്ട് ഇങ്ങനെ നോക്കും. എന്തിനാ പറയ്, ആ പൊടിയുണ്ടോന്നറിയാൻ. ഇങ്ങനെ തൊട്ടിട്ട് നോക്കും, പൊടിയുണ്ടോന്നറിയാൻ. സെമിനാറിൽ മിക്കവാറും അച്ഛൻ തോന്നുന്നിടത്തൊക്കെ പൊടി ഉണ്ടാവും. അവിടെ ഒക്കെ മിക്കവാറും ക്ലീൻ ചെയ്തത് ആരായിരിക്കും? പറഞ്ഞോ? ഞാനായിരിക്കും, ജിനു അച്ഛനായിരിക്കും കേട്ടോ, ഞാനായിരിക്കും. അപ്പൊ വർക്ക് മാസ്റ്ററോട് ചോദിക്കുന്നത് അവിടെ ആരെ ക്ലീൻ ചെയ്തേ? ജിനു അച്ഛ. അവനോട് വരാൻ പറ, ഞങ്ങളുടെ ചെല്ലും. ഞാൻ ഇന്ന് ഒത്തിരി സ്നേഹത്തോടെ, ഞാൻ എന്നും ജീവിതത്തിൽ ഓർക്കുക, ഒരു വിശുദ്ധനായ മനുഷ്യനായിട്ട് ഞങ്ങളുടെ റെക്ടറച്ചൻ ഞാൻ ഓർത്തു പറയാ. ഇന്നും ജീവിച്ചിരിക്കേണ്ട പ്രീസ്റ്റ് ഹോമിലാണ് ആ മനുഷ്യൻ. ഒത്തിരി സ്നേഹത്തോടു കൂടി ഞാൻ ഓർക്കുക. പക്ഷെ അന്ന് വഴക്ക് പറയുമ്പോൾ ഇതൊന്നും ചിന്തയിൽ വരില്ല കേട്ടോ. അന്ന് ഞാൻ പറയല്ല, ആ വീട് പറയില്ല, യൂട്യൂബിലായിപ്പോയി, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് പറയാ. അന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഇതങ്ങോട്ട് തീർന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്, സത്യം. പക്ഷെ അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണ്, അച്ഛൻ പറയും, എടാ നിനക്ക് എന്തെങ്കിലും പണിയെടുത്ത് ശീലമുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല അച്ഛാ. നീയാണോ അവിടെ ക്ലീൻ ചെയ്തേ? ഞാൻ പറഞ്ഞു അതെ അച്ഛാ. അവസാനം അച്ഛൻ പറയും, അച്ഛനൊരു പ്രത്യേകതയുണ്ട്, എല്ലാവരുടെ മുമ്പിലിട്ടൊന്നും വഴക്കൊന്നും പറയത്തില്ല. അച്ഛൻ 10 മണിക്ക് മുറിയിൽ വരാനേ പറയുള്ളൂ. നമ്മൾ 10 മണിക്ക് മുറി ചെന്നാലേ പിന്നെ വഴക്ക് തുടങ്ങുള്ളൂ. നമ്മളോട് ചോദിക്കും എന്തിനാ വന്നത്? അപ്പൊ നമ്മളിങ്ങനെ നീണ്ട ക്യൂലായിരിക്കും, കാരണം ഇഷ്ടം പോലെ പേരുണ്ടാവും 10 മണിക്ക് മുറിയിൽ വഴക്ക് പറയാനായിട്ട്. അപ്പൊ എന്നോടൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങിപ്പോടാ, നീയൊക്കെ എന്തിനാടാ സെമിനാറിൽ വന്നെ, ഇതുപോലെ പണിയെടുക്കാത്തൊരു സാധനം, പഠിക്കാത്തൊരു സാധനം. ഞാനൊന്നും പഠിച്ചിട്ടാണെങ്കിൽ ഒരു മാർക്കും ഇല്ല കേട്ടോ, സത്യം പറഞ്ഞതാ. അന്ന് സെമിനാറിൽ റൂൾ ഓഫ് ടച്ച്, റൂൾ ഓഫ് ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ എല്ലാ ദിവസവും കയറുകയാ, ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ എല്ലാ സ്ഥലത്തും പൊടി. അച്ഛൻ പറഞ്ഞു 10 മണിക്ക് ഒരു ദിവസം, മിക്ക ദിവസം ഞാൻ കയറി ചെല്ലണം കണ്ടിട്ട് അച്ഛൻ ചോദിച്ചു, നിനക്കൊന്നും വേറെ പണിയില്ലടാ, ഒരു പണി മര്യാദയ്ക്ക് എടുത്തൂടെ? അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛാ അച്ഛന് ഈ തോണ്ടാൻ പോയതുകൊണ്ടല്ലേ പ്രശ്നം? അച്ഛന് തോണ്ടാതിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവോ? അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തിനാ ഇങ്ങനെ തോണ്ടാൻ പോണേ? അതിനോടൊപ്പം ഞാൻ അവിടെ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എങ്ങനെ കൃത്യമായിട്ട് ഞാൻ ഈ ക്ലീൻ ചെയ്യുന്നിടത്ത് തോണ്ടാൻ പോണേ? അതാണല്ലോ പ്രശ്നം. ഇപ്പോൾ ഈ സെമിനാറിൽ ഇഷ്ടം പോലെ ബിൽഡിംഗ്, ഇഷ്ടം പോലെ മുറികളൊക്കെ ഉണ്ട്, എന്തിനാ അവിടെ മാത്രം തോണ്ടാൻ ചെല്ലണേ? അപ്പൊ അച്ഛൻ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ പരിശുദ്ധാത്മാവ് എന്നോട് പറയും അവിടെ പോയി തോണ്ടറാന്ന്. അന്നാണ് എനിക്ക് മനസ്സിലായത്, ദൈവമേ പരിശുദ്ധാത്മാവിന് ഇത്രയും ശക്തി ഉണ്ടെന്ന്. അന്ന് അത് കേട്ടിട്ട് ഇറങ്ങിപ്പോന്നു. ഞങ്ങൾക്ക് ഈ സെമിനാറിൽ റൂൾ ഓഫ് ടച്ച് ഒക്കെ ഉണ്ട്, എന്ന് വെച്ചാൽ പരസ്പരം തൊടാൻ പാടില്ല. റൂൾ ഓഫ് ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ. റൂൾ ഓഫ് ഈറ്റിംഗ് ഉണ്ട്, ഭക്ഷണം സെമിനാറിൽ നിന്ന് കിട്ടുന്നത് മാത്രമേ കഴിക്കാവൂ. ഇതൊക്കെ സെമിനാറിലെ നിയമങ്ങളാണ് കേട്ടോ. അപ്പോൾ റൂൾ ഓഫ് ലാംഗ്വേജ്, റൂൾ ഓഫ് ടച്ച് ഉണ്ട്. അപ്പം എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ജോസഫ് മണവാളൻ.
ഇന്ന് അവൻ്റെ കല്യാണം കഴിഞ്ഞു. അവൻ വളരെ സുന്ദരനായിരുന്നു കേട്ടോ, വളരെ സുന്ദരനായിരുന്നു. ഇന്ന് അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല. കല്യാണം കെട്ടിക്കാൻ പോയത് ഞാനാ, അതുകൊണ്ട് പറഞ്ഞതാ കൃത്യമായിട്ട്. വളരെ സുന്ദരനായിരുന്നു. ഇവന് നല്ലോണം മുടി ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ മുടി കുറവാ. അപ്പൊ ഇവന്റെ മുടി കാണുമ്പോൾ എനിക്ക് ഈ മുടിയില്ലാത്തത് ഇവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ടാട്ടാ, ഇങ്ങനെ ഒരു ഓപ്പറേഷൻ. ഇപ്പൊ ഈ ജോസഫിന് നല്ലോണം മുടിയുണ്ട്. ഇവന്റെ മുടി കാണുമ്പോൾ എനിക്ക് എന്നും ആഗ്രഹം ഒന്ന് തൊട്ടുനോക്കണം. ഞാനാണെങ്കിൽ ഇവന്റെ ഒരു ദിവസം ആരും അറിയാം, റൂൾ ഓഫ് ടച്ച് ഉണ്ട്, തൊടാനും പാടില്ല. അപ്പോൾ ആരും ഇല്ലാത്തൊരു തക്കം നോക്കി ഒരു കോറിഡോറിന്റെ ഒരു സൈഡില് ഞാനിങ്ങനെ ജോസഫിന്റെ മുടിയും ഇങ്ങനെ കോന്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ജോസഫിനോട് പറയണ്ടേ, എൻ്റെ ജോസഫ് എന്തൊരു നല്ല മുടിയാടാ, എന്തൊരു ഭംഗിയാടാ നിന്നെ കാണാൻ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് തോന്നിച്ചോണ്ട് ഈ സാധനം ഇറങ്ങി വരാ. ആര് ആ റെക്ടറച്ചൻ. പരിശുദ്ധാത്മാവ് തോന്നിച്ചോണ്ട് ഈ സാധനം എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പൊ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ കൈ വെച്ചിട്ടുണ്ട്, കൈ എടുത്തിട്ടുമില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കുക. അപ്പൊ റൂൾ ഓഫ് ടച്ച് ഉണ്ട്, തൊടാൻ പാടില്ല. ഞാനിങ്ങനെ നിൽക്കുക. അച്ഛൻ എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അച്ഛനാകാൻ. നിനക്ക് ഇവിടെ റൂൾ ഓഫ് ടച്ച് ഉണ്ടെന്നറിയോ? ഞാൻ പറഞ്ഞു അറിയാം. പിന്നെ എന്തിനാ നീ അവന്റെ തലയെ തൊട്ടേ? ഞാൻ പറഞ്ഞു അച്ഛാ, അവന്റെ മുടി ഒന്ന് നോക്കിയേ, എന്തൊരു ഭംഗിയാ. എന്നോട് അടുത്ത പറഞ്ഞു കൈ എടുക്കണമെന്ന് പറഞ്ഞു, കൈ മാറ്റി. എന്നോട് അടുത്ത ചോദിച്ചു ജോസഫ് പൊക്ക. എന്നോട് അടുത്ത ചോദ്യം ചോദിച്ചു, നിനക്ക് മുടി ഇത്ര ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ഛ ഇഷ്ടമാണ്, ഇല്ലാത്തോണ്ടാ. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ നിനക്ക് മുടി ഇത്ര ഇഷ്ടമാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. എന്താ ചെയ്യുന്നത് വെച്ചാൽ, അന്ന് ഈ ഞങ്ങളുടെ റെക്ടറച്ചൻ്റെ പെട്ടത്തലയാ. പെട്ടത്തലെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ മുടി ഈരിട്ടിട്ട് ഇത് ഇങ്ങനെ കൂന്തി ഇട്ടേക്കാ, ഇങ്ങനെ വട്ടം ഇട്ടേക്കാ. അപ്പോൾ വട്ടിട്ടക്കണോണ്ട് ഇങ്ങനെ ഇട്ടക്കണം. ഒരു വൃത്തിയില്ലാത്ത മുടി, നര വന്ന മുടി, ഒരു ഭംഗിയിലിട്ട കാണാൻ. റെക്ടറച്ചൻ എന്താ ചെയ്തെന്നറിയോ? എൻ്റെ മുമ്പിൽ വെച്ചിട്ട് തല ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പെട്ടത്തലയിലൂടെ മുടി മുഴുവൻ ഇങ്ങോട്ട് വീണു. എന്നോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു കൊള്ളാം. അടുത്ത ചോദ്യം ചോദിച്ചു, തനിക്ക് മുടിമ പിടിക്കണ്ടേ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ച വേണ്ട. നിങ്ങളിപ്പോ ഏതാ തോമസ് അച്ഛൻ്റെ മുടിമ പോയി പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? ആ അവസ്ഥയിലെ ഞാൻ നിൽക്കണേ. പിടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടാ, വെറുതെ പറഞ്ഞതാ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കണേ. അച്ഛൻ എന്താ ചെയ്തെന്നറിയോ? എൻ്റെ കൈ പിടിച്ചിട്ട് അച്ഛൻ്റെ മുടി ഇങ്ങനെ കോന്തിക്കുക. എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ അച്ഛാ കൊള്ളാം, നല്ല മുടിയാ. അടുത്ത ചോദ്യം എന്നെ ചങ്ക് പൊട്ടുന്നൊരു ചോദ്യം വന്നേ, ജോസഫിന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടെ, എൻ്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടതെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ച, അച്ഛൻ്റെ മുടി അച്ഛാ, മുടി. ഇത് കേട്ട വഴി പുള്ളിനോട് പറഞ്ഞു 10 മണിക്ക് മുറിവന്നോട്ടാ. അന്നത്തെ രാത്രി കേട്ട വഴക്കിനൊന്നും ഒരു കുറവുമില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഒരു ദിവസം ഞങ്ങൾ ഈ സെമിനാറിൽ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്റർവെല്ലിന്റെ സമയ എല്ലാവരും കൂടി തോന്നിച്ചു നമുക്ക് എന്തെങ്കിലും കളിക്കണമല്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു കളിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് നമുക്ക് തീവണ്ടി കളിക്കാം. തീവണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഈ തോളത്ത് പിടിച്ചിട്ട് എല്ലാം കൂടി കടന്ന് കളിക്കണ കളിയാ. അപ്പൊ എല്ലാവരും റൂൾ ഓഫ് ടച്ച് തെറ്റിക്കാട്ടോ, നിയമം തെറ്റിക്കാണ്. അപ്പൊ എല്ലാവരും തോളത്ത് പിടിച്ചേക്കാം. അപ്പൊ എല്ലാവരും ചോദിച്ചു ആര് എഞ്ചിനാകും? ഞാൻ പറഞ്ഞു ഞാനാകാം. അപ്പൊ ഞാനിങ്ങനെ മുമ്പിൽ നിന്ന് കുകുക്കു പോയോണ്ടിരിക്കുക. 35 ബോഗി പിന്നിലുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ സെമിനാറുടെ കോറിഡോർ കൂടെ തീവണ്ടി കളിച്ചോണ്ടിരിക്കുക. തീവണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാണെന്ന് അറിയാൻ പാടില്ല, പരിശുദ്ധാത്മാവ് തോന്നിച്ചോണ്ട് ഈ സാധനം ഇറങ്ങി വരാ. ആര് പറ? റെക്ടറച്ചൻ താഴേക്ക് ഇറങ്ങി വന്നു. ഞാനിങ്ങനെ കുകുക്കു അടിച്ച് നിൽക്കുക. ഞാനിങ്ങനെ കൈ മാറ്റിയിട്ടില്ല, ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്. റെക്ടറച്ചൻ എൻ്റെ മുമ്പിൽ സ്റ്റോപ്പ് അടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. റെക്ടറച്ചൻ എന്നെ നോക്കുന്നുണ്ട്, ഞാൻ റെക്ടറച്ചനെ നോക്കുന്നുണ്ട്. നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് 35 ഉണ്ടല്ലേ പിന്നില്. അപ്പൊ വഴക്കിന് ഇച്ചിരി കുറവുണ്ടാവും. എൻ്റെ സ്നേഹം നിറഞ്ഞവർ ഞാൻ പിന്നിലേക്ക് ഒന്ന് നോക്കി, 35 കാണാനില്ല. ഒക്കെ ഓടി രക്ഷപ്പെട്ടേക്കാൻ ഞാൻ മാത്രം നിൽക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു താൻ എന്തിനും ഇങ്ങോട്ട് വന്നേ? ഞാൻ പിന്നെയും പറഞ്ഞു അച്ഛനാകാൻ വന്നതാ, തനിക്ക് പറ്റിയ പണി തീവണ്ടി ഓടിക്കില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്കെന്നാ കളിച്ചാലോ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ച വേണ്ട. നിങ്ങൾ ഓർക്കണം, 10-60 വയസ്സുണ്ട് ആ മനുഷ്യന്. ആ പ്രായമായ നര വന്ന മനുഷ്യന് എൻ്റെ മുമ്പിൽ എഞ്ചിനായിട്ട് കുകുക്കു അടിച്ച് നിൽക്കുക. എന്നോട് പറഞ്ഞു കൈ പിടിക്കണോന്ന് പറഞ്ഞു. എൻ്റെ 2 കൈ എടുത്ത് അച്ഛൻ്റെ തോളത്ത് വെച്ചു. എന്നിട്ട് അച്ഛൻ ചെയ്തറിയോ? ആ സെമിനാറുടെ എല്ലാ മുറികളിലേക്ക് കൂടി ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഉള്ളിക്കോടെ ഞങ്ങളെല്ലാ 2 പേരും കൂടി തീവണ്ടി കളിച്ചോണ്ടിരിക്കുക. അന്ന് എനിക്കൊരു കളിപ്പേരും കൂടി വേണം, തീവണ്ടിന്ന്. അതുപോലെയായിരുന്നു ഞങ്ങളുടെ തീവണ്ടി കളി. എന്നിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തീവണ്ടി കളി? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ച, ഇതുപോലൊരു തീവണ്ടി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അച്ഛൻ പറഞ്ഞു അടുത്ത വഴിക്ക് പറഞ്ഞു മോനെ 10 മണിക്ക് മുറിവന്നോട്ടാ. അത് കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ സ്നേഹം നിറഞ്ഞവരെ ചങ്ക് പൊട്ടണ വേദനയായിരുന്നു. അന്ന് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം വീട്ടിൽ പോകണമെന്ന് പോലും തോന്നി. സെമിനാറിൽ എനിക്ക് ഒട്ടും പറ്റണില്ല. അവസാനം ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ സ്വന്തം അമ്മയോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു മനുഷ്യനാ. അന്ന് സെമിനാറിൽ എല്ലാ ദിവസവും വിളിക്കാൻ പറ്റില്ല.
ഒരു ഞായറാഴ്ച ഞാൻ ഇന്ന് ഓർക്കും, 2ാമത്തെ മാസം 2ാമത്തെ ഞായറാഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കോൾ വന്നു. അമ്മയെ വിളിച്ചേക്കണേ. അമ്മ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ സെമിനാരി എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. അച്ഛന്മാരെങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. പഠിക്കാൻ പറ്റണ്ട? ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. പ്രാർത്ഥിക്കാൻ പറ്റണ്ട? ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. ഭക്ഷണം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് കൂട്ടുകാരന്മാരൊക്കെ? ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. എങ്ങനെ പോകുന്ന അവിടുത്തെ കാര്യങ്ങൾ? ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. താമസം എങ്ങനെയുണ്ട് മോനെ? കൊതുകുണ്ട? ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. ഞാനിങ്ങനെ കുഴപ്പമില്ല 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 എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് തന്നെ തോന്നി എന്തോ കുഴപ്പമുണ്ട്. അമ്മ എടുത്ത വഴിക്ക് എന്നോട് ചോദിച്ചു, മോനെ എന്തുട്ടാ കുഴപ്പം? ഞാൻ അന്ന് എൻ്റെ അമ്മയോട് കണ്ണീരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മേ എനിക്ക് പറ്റണില്ല അമ്മ ജീവിക്കാൻ, ഞാൻ പോരുക, നിർത്തുക സെമിനാരി, എനിക്ക് അച്ഛനാകാനൊന്നും പറ്റില്ല. എല്ലാവരും എന്നെ കളിയാക്കുക, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുക, എല്ലാവരും എന്നെ വഴക്ക് പറയുക, ഞാൻ ചെയ്തിട്ട് ഒന്നും ശരിയാവണില്ല, ഞാൻ തോറ്റു പോവാ ജീവിതത്തിൽ, പരീക്ഷയിൽ മാർക്കില്ല, ഞാൻ തോറ്റു പോവാ. അന്ന് എൻ്റെ അമ്മ എല്ലാം കേട്ടുന്നിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നിന്നെ ഞങ്ങൾ സെമിനാരി കൊണ്ടുവന്നാക്കിയപ്പോൾ അപ്പനും ചേട്ടനും പെങ്ങളും നീയും ഞാനും കൂടി എവിടെയൊക്കെ ആദ്യം പോയേ? ഞാൻ പറഞ്ഞു സെമിനാരിയുടെ ചാപ്പലില്. ആ ചാപ്പലിൽ വലത്തെ സൈഡിൽ ആരുടെ രൂപം ഇരിക്കണേ? ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ രൂപം, പരിശുദ്ധ അമ്മയുടെ രൂപം. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നിന്റെ ജീവിതത്തില് നീ തോറ്റു പോകുമെന്ന് നിനക്ക് തോന്നുമ്പോ, എല്ലാവരും നിന്നെ കളിയാക്കി എന്ന് നിനക്ക് തോന്നുമ്പോ, ആരും നിന്നെ സ്നേഹിക്കാനില്ല എന്ന് നിനക്ക് തോന്നുമ്പോ, ആ അമ്മയുടെ മുമ്പിൽ പോയിരുന്ന് മോനിരുന്ന് കരയണം. ഇത്രയും പറഞ്ഞോണ്ട് എൻ്റെ അമ്മ ഫോം വെച്ചു. ഞാൻ തന്നെ ചിന്തിച്ചു, ഇതിനോട് എന്തിനപ്പം പറയാൻ പോയേ? എന്റെ സ്നേഹം പറഞ്ഞവർ അന്ന് എനിക്ക് പന്നിക്കൂട് വൃത്തിയാക്കാനെ കിട്ടിയേ, ശരിയായില്ല. രാത്രി 10 മണിക്ക് വിളിച്ച് അച്ഛൻ്റെ വഴക്ക് കേട്ടിട്ട് മുറിയിലേക്ക് പോകുമ്പോൾ കരഞ്ഞോണ്ട് പോണേ. എന്നാലും മനസ്സിൽ അമ്മ പറഞ്ഞതല്ലെന്ന് ഓർത്തുകൊണ്ട് നേരെ പള്ളി ചെന്നിട്ട് ഒരു 10-10:30 മണിയായിട്ടുണ്ടാവട്ടാ. ആ പള്ളി ചെന്നിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം ഇരിപ്പുണ്ട്, ഞങ്ങൾക്ക് രൂപമുണ്ട്. ആ രൂപത്തിന്റെ മുമ്പിൽ ഞാനിങ്ങനെ മുട്ടുകുത്തിയിട്ട് അമ്മയുടെ രൂപത്തിന്റെ കാലിക്കൽ ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ കരയാ. അന്ന് എന്തായ എല്ലാ സങ്കടങ്ങളും പറഞ്ഞ് ഞാനിങ്ങനെ കരയാ. അമ്മ എനിക്ക് പറ്റണില്ല അമ്മ, എന്നൊന്ന് സഹായിക്കാം അമ്മേ, എനിക്ക് ജീവിക്കാൻ പറ്റണില്ല അമ്മ, എനിക്ക് അച്ഛനാകാൻ പറ്റണില്ല അമ്മ. ഞാനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോ എന്റെ കണ്ണീന്ന് ഇങ്ങനെ കുടുകുടാന്ന് കണ്ണുനീര് ചാടുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ കണ്ണുനീര് മുഴുവൻ തുടച്ചിട്ട് അമ്മയുടെ രൂപത്തുമ്പോ തൂത്തുവെച്ചു. തൂക്കാൻ വേറെ സ്ഥലമില്ല, അതുകൊണ്ട് അമ്മയുടെ രൂപത്തുമ്പോ തൂത്തുവെച്ചു. നിങ്ങൾക്കറിയാം, കുറച്ചും കൂടി കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? ഈ മൂക്കിൽ നിന്ന് ഇങ്ങനെ മൂക്കട്ട വരും. ഞങ്ങളുടെ നാട്ടിൽ മൂക്കട്ട എന്ന് പറയുന്നത്, നിങ്ങളുടെ നാട്ടിലേതാ? മൂക്കള. മൂക്കള വരും. ഞങ്ങളുടെ നാട്ടിൽ മൂക്കട്ട എന്ന് പറയണേ. ഞാനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ മൂക്കിൽ നിന്ന് ഇങ്ങനെ മൂക്കട്ട വന്നോണ്ടിരിക്കുക. ഞാനിങ്ങനെ തുടച്ചപ്പോൾ ഞാനത് തുടച്ചു കഴിഞ്ഞിട്ട് തോന്നിയ ദൈവമേ തൂക്കാൻ വേറെ സ്ഥലമില്ല. ഞാനെന്താ ചെയ്തെന്നറിയോ? ആ പരിശുദ്ധ അമ്മയുടെ രൂപത്തുമ്പോൾ പിന്നെയും തൂത്തുവെച്ചു. നിങ്ങൾ ഇന്ന് തൃക്കാക്കര മൈനസമിനാല് ഒരു പരിശുദ്ധ അമ്മയുടെ രൂപരിപ്പുണ്ടാവും. അതിന്റെ അടുത്ത് നിന്നിട്ട് ഒന്ന് മണത്തു നോക്കണം, ഒരു മണം കിട്ടും. ഒരു മൂക്കട്ടയുടെ മണ. 3 വർഷം ഞാൻ മൂക്കട്ട തൂത്തുമ്പോൾ രൂപ അത്. നിങ്ങൾ ഓർക്കണം, അന്ന് രാത്രി ഞാൻ മൂക്കട്ട തൂത്തുകൊണ്ട് റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ മനസ്സിലൊരു തോന്നലാ. അന്ന് ഇതുവരെ പരിശുദ്ധ അമ്മയോട് സംസാരിച്ചു എന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ മനസ്സിലൊരു തോന്നലാ. ഒറ്റ ചോദ്യമുള്ളൂ, മോനെ നീ എന്തിനാടാ കരയണേ? ഞാനില്ലേ നിന്റെ കൂടെയെന്ന്. ഇനി ദേവാലയ അങ്കണത്തില് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അത് തന്നെയാ. നിന്റെ ദൈവമുണ്ട് നിന്റെ കൂട്ടിന്. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യ, എന്റെ അമ്മയുണ്ട് എന്റെ കൂട്ടിന്, എന്റെ ഈശോയുണ്ട് എന്റെ കൂട്ടിന്. ഞാൻ എന്തിനാ വിഷമിക്കണേ? ഞാൻ എന്തിനാ പേടിക്കണേ? ഞാൻ എന്തിനാ തോറ്റു എന്ന് പറഞ്ഞ് കരയണേ? എന്റെ ദൈവമില്ല എന്റെ കൂട്ടിന്. ഈ ലോകത്ത് ആര് എന്നെ സ്നേഹിച്ചില്ലെങ്കിലും, ആരെല്ലാം എന്നെ മാറ്റി നിർത്തിയാലും, ആരെല്ലാം എന്നെ വേണ്ട എന്ന് പറഞ്ഞാലും, പെറ്റമ്മ എന്നെ തള്ളിപ്പറഞ്ഞാലും, വളർത്തി വലുതാക്കിയ അപ്പൻ എന്നെ നിരസിച്ചാലും, എന്റെ ദൈവം എന്നെ ഒരിക്കലും നിരസിക്കില്ല. അന്ന് തൊട്ട് ഇന്നു വരെ ഞാൻ അമ്മയുടെ മുമ്പിൽ പോയിരിക്കും. എന്റെ മുറിയിൽ ഒരു അമ്മയുണ്ട്, പരിശുദ്ധ അമ്മയുടെ രൂപമുണ്ട്. ആ രൂപത്തിന് മുമ്പിൽ ഇരിക്കാതെ ഞാൻ കിടന്നുറങ്ങാറില്ല, പ്രാർത്ഥിക്കാതെ ഞാൻ കിടന്നുറങ്ങാറില്ല, ബൈബിള് വായിക്കാതെ ഞാൻ കിടന്നുറങ്ങാറില്ല, തമ്പുരാനോട് എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പറയാതെ ഞാൻ കിടന്നുറങ്ങാറില്ല. കാരണം എന്താ? എനിക്കറിയാം എന്റെ ദൈവം എന്റെ കൂട്ടിനുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അതൊക്കെ തന്നെയാ. ദൈവത്തെ വിട്ട് ഒരു പരിപാടിക്കും പോകരുത്. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടോ, തമ്പുരാനത് ഇങ്ങനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ജീവിച്ചോളാം, മുറുകെ പിടിച്ച് ജീവിച്ചോളാം. കാരണം എന്താണെന്നറിയോ? ഈ ലോകത്ത് ഇതുപോലെ നമ്മളെ സ്നേഹിക്കാൻ വേറെ ആർക്കും പറ്റില്ല. ഇതുപോലെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ വേറെ ആർക്കും പറ്റില്ല. നിന്റെ കുറ്റങ്ങൾ കാണുമ്പോൾ നിന്റെ ജീവിത പങ്കാളി ചിലപ്പോൾ നിന്നെ ഒഴിവാക്കും. നിന്റെ ജീവിതത്തിലെ തോൽവികൾ കാണുമ്പോൾ നിന്റെ അപ്പനും അമ്മയും മകനാണെന്ന് പറയാൻ നാണിക്കും.
നിന്റെ ജീവിതത്തിലെ പോരായ്മകൾ കാണുമ്പോ നിന്റെ സുഹൃത്തുക്കൾ നിന്നെ മാറ്റി നിർത്തും. പക്ഷേ നിന്റെ ജീവിതത്തിലെ പോരായ്മകളിലും കുറവുകളിലും സഹനങ്ങളിലും കുരിശുകളിലും നിന്നെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് പിടിച്ച് നീ എന്റെയാണെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. അതുപോലെ സ്നേഹിക്കാൻ ആർക്കും പറ്റില്ല ഈ ലോകത്ത്, കേട്ടോ. ഞാൻ ആ സ്നേഹം അനുഭവിക്കുന്നോണ്ടോ പറയണേ. ഈ ലോകത്ത് അതുപോലെ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല. ചങ്ക് പൊട്ടുന്ന വേദനയായിട്ട് ചിലപ്പോ കുരിശിന്റെ ചോട്ടിൽ പോയി നിൽക്കാറുണ്ട്. ദൈവമേ പറ്റണില്ല. ആ കുരിശി കിടന്നിട്ട് ഇങ്ങനെ കുരിശി വിടർത്തിയിട്ട് തമ്പുരാൻ പറയും, എന്തിനാടാ നീ കരയണേ, ഞാനില്ലേ നിന്റെ കൂടെ എന്ന്. നിന്നെ പോലെ ഞാനും ദേ ഇങ്ങനെ കിടക്കാടാ, നീ എന്തിനാ വിഷമിക്കണേ, ഞാനില്ലേ നിന്റെ കൂടെ എന്ന്. നീ എന്തിനാ സങ്കടപ്പെടണേടാ, ഞാനില്ലേ നിന്റെ കൂടെ എന്ന്. ഇതുപോലെ ആരാ നമ്മളെ സ്നേഹിക്കുക? ചങ്കുപൊട്ടുന്ന വേദനയിലും എല്ലാവരും മാറ്റി നിർത്തുമ്പോ നമ്മുടെ മുഖത്തുനിന്ന് കണ്ണുനീര് വരുമ്പോൾ അവന്റെ പൂക്കണ്ടീര് കണ്ടിയില്ലേ, അവൻ ചെയ്തതിന്റെ ഫലം അവൻ അനുഭവിക്കണേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി നീക്കുമ്പോ നീ ഓർത്തോളണം, നിന്നെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ ദൈവത്തിനെ പറ്റൂ. നീ ആഗ്രഹിക്കണ പോലെ നിന്നെ സ്നേഹിക്കാൻ ദൈവത്തിനെ പറ്റൂ. നിന്റെ ജീവിത പങ്കാളി പോലും, നീ ജന്മം കൊടുത്ത മക്കള് പോലും ചിലപ്പോൾ നിന്നെ സ്നേഹിച്ചു എന്ന് വരില്ല. പക്ഷെ ദൈവം നിന്നെ സ്നേഹിക്കും. അമ്മ നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ ദൈവം നിന്നെ ചേർത്ത് പിടിക്കും. ഈ 3 കാര്യങ്ങൾ മനസ്സിലുണ്ടാകട്ടെ. ഒന്നാമത്തെ കാര്യം, നീ ആരാണെന്ന് അറിയണം. നിന്റെ കഴിവ് എന്താണെന്ന് അറിയണം. നീ നിന്നെ ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നീ ജീവിക്കാൻ നോക്കണം. ഈ സമയത്ത് പറയാൻ ഒരാൾക്ക് വചനം കൈമാറി. അപ്പോൾ അയാൾ ഒരു മോശമായൊരു വാക്ക് തിരിച്ച് ടൈപ്പ് ചെയ്തിട്ടു. രണ്ടാമത് വേറൊരു മെസ്സേജ് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിത് വിശ്വസിക്കുന്ന ആളല്ല, എനിക്കിങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾ അയച്ചു തരരുത് പ്ലീസ് എന്നയച്ചു. അറിയാതെ മറ്റൊരു ദിവസം ഒരു വചനം അയച്ചു പോയി. അയച്ച പാടെ ഞാൻ ഡിലീറ്റാക്കി. അപ്പോൾ അയാൾ ചോദിച്ചു, എന്താണ് ഡിലീറ്റാക്കിയത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്, നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു വചനമാണ് ഞാൻ ഇട്ട് തന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആ വാക്ക് കേൾക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ആക്കിയത്. എന്തായാലും അയക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് അയാൾ ഒത്തിരി പ്രശ്നത്തിലായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു ഞാൻ അയാളിൽ നിന്നൊരു മോശം വാക്കുണ്ടാകും. പെട്ടെന്ന് ഞാനത് ഡിലീറ്റ് ആക്കി. അയാൾ വീണ്ടും അയച്ചു കൊടുത്തു. അയാളത് കേട്ടിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ്, എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വല്ലാണ്ട് ചതിച്ചു, എൻ്റെ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് അവൻ ഈ രാജ്യം വിട്ടുപോയി. അയാളൊരു സാമ്പത്തിക ഇടപാടുകളിൽ അയാൾ വിശ്വസിച്ച് കൂടെ നടന്ന സഹോദരനേക്കാളും കുടുംബത്തിലുള്ളവരെക്കാളും വിശ്വസിച്ചൊരു സുഹൃത്ത് ലക്ഷക്കണക്കിന് രൂപയുമായി അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് വേറൊരു രാജ്യത്തിലേക്ക് കടന്നു കളഞ്ഞു. അപ്പോൾ ഒരു അഡ്രസ്സും ഇല്ല. അയാളെ കുടുംബക്കാരടുത്ത് ചെന്നപ്പം അയാൾ എവിടെയെന്ന് അറിയില്ല. അങ്ങനെ തകർന്നിരിക്കുമ്പോൾ അയാൾ പറയാണ്, ഈ വചനം എനിക്ക് വേണം. ആ വചനം എന്നിട്ട് പിന്നീട് അയാൾ എനിക്കൊരു മെസ്സേജ് ഇട്ട്, ഇങ്ങനെയുള്ള വചനങ്ങൾ എനിക്ക് അയക്കാതിരിക്കരുത്, ആ വചനം കൊണ്ടാണ് ഞാൻ ജീവിച്ചത്, ആ വചനം കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ഈ ശാലോൺ TV-യിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ശുശ്രൂഷകളിലൂടെ ഈ വചനം നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും കേൾക്കണം. കുറച്ച് സമയമല്ലേ ഉള്ളൂ, എത്രയോ സമയം വെറുതെ കളയുന്നു. അത് കേൾക്ക്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അത് ദൈവനാമത്തിൽ ആത്മാവിൽ പറയുന്നൊരു വാക്കാണ്. ഈ വചനം ഇന്ന് കേൾക്കുകയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 52-ാമത്തെ വാക്യം. അത് എഴുതിയിരിക്കുന്നത്, ശക്തരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. അടുത്ത വാക്കെന്നറിയാമോ? എളിയവരെ അവിടെ നിന്ന് ഉയർത്തി. ഇത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീത, മറിയത്തിൻ്റെ സ്തോത്രഗീത എഴുതിയിരിക്കുകയാണ്. എളിയവരെ ഉയർത്തി. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. എളിയവരെ ഉയർത്തും. ഞാനെന്തോ സംഭവമാണ്, ഞാൻ വലിയൊരാളാണ്, ഇതെല്ലാം ഞാനാണ് ചെയ്തത്, ഞാൻ കാരണം ഇതെല്ലാം ഉണ്ടായത്, അങ്ങനെയുള്ളവരെ ഉയർത്തി എന്നല്ല. എളിയവരെ, ഞാൻ ദൈവത്തിൻ്റെ ഒരു ദാസനാണ്, ഒരു പാപിയായ മനുഷ്യനാണ്, ഞാൻ ഇത്രയ്ക്ക് ഉള്ളൂ. എളിമയോടെ നിൽക്കുന്നവരെ ദൈവം ഉയർത്തും. നിങ്ങളുടെ കുടുംബം എളിമയോടെ നിൽക്കും. എനിക്ക് ഈ വചനം വേണ്ട, എനിക്ക് പ്രാർത്ഥന വേണ്ട, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഈ ധ്യാനവും പ്രസംഗമൊന്നും ഇഷ്ടമല്ല, ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊക്കെ വെട്ടിപ്പാണ്, ഇതൊക്കെ ചുമ്മാ കബളിപ്പിക്കലാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷെ ബൈബിൾ വചനം പറയുന്നു, ഇങ്ങനെ വിമർശിക്കുന്നവരെയും ഇങ്ങനെയുള്ളവരെയല്ല, എളിമയോടെ നിൽക്കുന്നവരെ ദൈവം ഉയർത്തും. ഇത് പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യമാണ്. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസത്തിൽ നിങ്ങളൊന്ന് എളിമപ്പെടണം. ഞാനും നിങ്ങളും നമ്മളൊന്നുമല്ല. എല്ലാം ഉണ്ടെങ്കിലും ഒരു നിമിഷം കൊണ്ട് ഒന്നും അല്ലാതാകാൻ പറ്റും. ഒന്നുമില്ലാത്തവനെ എല്ലാം ആക്കാനും ദൈവത്തിന് പറ്റും. ഇത് രണ്ടും സത്യങ്ങളാണ്. കണ്ണിരിക്കുന്നത് എവിടെയാണ്? കണ്ണ് ഇവിടെയാണ്. കണ്ണിൻ്റെ പിരികമിരിക്കുന്നതോ ഒരു വിരലിൻ്റെ ഗ്യാപ്പിൻ്റെ മുകളിൽ. പക്ഷെ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇത്? കണ്ണിൻ്റെ മുകളിലിരിക്കുന്ന പിരികം കാണണമെങ്കിൽ 50 രൂപയുടെയോ 5 രൂപയുടെയോ കണ്ണാടി വേണം. ആ കണ്ണാടിയുടെ നോക്കുമ്പോഴേ സുഹൃത്തെ നിൻ്റെ പിരികം പോലും നീ കാണുള്ളൂ. അത്രേ ഉള്ളൂ നീ.
അത്രയേ ഉള്ളൂ ഏത് കോടീശ്വരനും. എല്ലാവരും സ്വന്തം പിരികം പോലും നേരെ കാണാൻ ഭാഗ്യമില്ലാത്തവരെല്ലാവരും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നേരിട്ട്? എൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ മേലോട്ട് നോക്കി എനിക്ക് പിരികം കാണാൻ പറ്റില്ലെന്നേ. എൻ്റെ മുഖത്തായിരിക്കുന്നത് 10 കിലോമീറ്റർ അപ്പുറത്തല്ല. ഒരു വിരലിങ്ങനെ വെച്ചാൽ അതിൻ്റെ മുകളിലിരിക്കുന്നത് ആ പിരികം. പക്ഷെ അതുപോലും കാണണമെങ്കിൽ ഒരു കണ്ണാടിയുടെ നോക്കണം, നേരിട്ട് കാണാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ ഞാനും നിങ്ങളും. എളിമയോടെ നിൽക്കുന്നവരെ അഹങ്കരിച്ചാലോ സിംഹാസനത്തിലായിരിക്കുന്നതിലും മറിച്ചിടും, താഴെ പോകും. എത്രയോ പേര് താഴെ പോയി, എത്രയോ എളിയവരെ ദൈവം ഉയർത്തി. എളിമപ്പെടാൻ ഒരു വഴിയുണ്ട്. ദൈവസന്നിധിയിൽ ഒരു കാര്യമുണ്ട്. ദൈവമേ, ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞാൽ മതി. ദൈവമേ, ഇരിക്കുന്ന 50 രൂപ നേർച്ചപ്പെട്ടിയിൽ ഇടുവൊന്നും വേണ്ട, 5 രൂപ ഡൊണേഷൻ കൊടുക്കണ്ട. അല്ലാതെ ഇപ്പോൾ ഇരിക്കുന്ന കസേലയിൽ ഇരുന്ന് പ്രാർത്ഥനയോടെ പറ, ദൈവമേ ഞാനൊരു പാപിയാണ്, ഒരുപാട് പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട്, ഞാൻ വീണുപോയ ഒരാളാണ്, ഞാൻ ബലഹീനനാണ്, എന്നെ ദൈവം ഉയർത്തും. അതാ ബൈബിൾ പറയുന്നത്, എളിമയുള്ളവരെ ദൈവം ഉയർത്തും. അതുകൊണ്ടൊരു വാക്യം ഇതിനോട് ചേർത്ത് വായിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. മറക്കരുത് ഈ വാക്യങ്ങൾ. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും കിളിർക്കും. ഇത്രയും പ്രത്യാശയുണ്ടോ നിനക്ക്? ഇത്രയും പ്രത്യാശയുണ്ടോ നിങ്ങളുടെ കുടുംബത്തിന്? ഇല്ല. ഒരു ചെറിയൊരു മുറിവ് വരുമ്പോഴത്തേക്കും തകർന്ന് താഴെ കിടക്കുന്ന ബൈബിൾ പറയുന്നു, വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട്. അതിനെ വെട്ടി മുറിച്ച് പല കഷ്ണങ്ങളാക്കിയാലും അതിൻ്റെ ചുവട് പറയും, ഞാൻ വീണ്ടും കിളിർക്കുമെന്ന്. നിങ്ങൾ പറയുമോ ഈ പ്രശ്നത്തിൽ ഞാൻ വീണ്ടും കിളിർക്കുമെന്ന്? വിശ്വസിക്കുന്നവൻ പറയും, ഞാൻ കിളിർക്കും. എത്ര കഷ്ണങ്ങളായി മുറിച്ചാലും ഞാൻ വീണ്ടും കിളിർക്കും. വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. നിങ്ങളോട് പറയുന്ന വാക്കാണ് കേട്ടോ, ഇത് നിന്നോട് പറയുന്ന പോലെ ഒന്ന് കേട്ടേ. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കില്ല. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കാനും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കാനും തുടങ്ങും. എപ്പോഴാ? വെള്ളത്തിൻ്റെ ഗന്ധമേൽക്കുമ്പോൾ. നിങ്ങൾ കേൾക്കുന്ന ഈ വചനം വെള്ളത്തിൻ്റെ ഗന്ധം പോലെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ തൊടുമ്പോൾ നിങ്ങളുടെ മുറിഞ്ഞ ജീവിതം, തകർന്നു എന്ന് പറഞ്ഞ ജീവിതം, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതം, ദൈവത്തിൻ്റെ വചനം പറയുന്നു, എളിമയോടെ നിൽക്കുമ്പോൾ ആ ജീവിതം കിളിർക്കും, ആ ജീവിതം വളരും, ശാഖകൾ പുറപ്പെടുവിക്കും, ജീവിതം ഒരു അനുഗ്രഹമായി മാറുമെന്ന്. എളിമയുള്ളവരെ ദൈവം ഇതുപോലെ ഉയർത്തും. എളിമയുള്ളവരെ ഉയർത്തും, നിന്റെ കുടുംബത്തെ ഉയർത്തും, നിന്റെ ഭാവിയെ മാറ്റും, ഉയർത്തും. ഉയർച്ച എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു നിങ്ങളോട് വാക്ക് ദൈവവചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ 5-6 ദിവസങ്ങളിൽ ഞാൻ ആ പ്രസംഗം അതിനിടയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ. അത് ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. അത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിട്ടിയൊരു ഉത്തരമാണ്. എളിമയോ, പന്നിക്കുഴി കടന്നാലും ഞാനെന്തോ വലിയ സംഭവമാണെന്ന് നിന്ന ഒരുത്തനെ അല്ല ദൈവം അനുഗ്രഹിച്ചത്. പന്നിക്കുഴി കടന്നപ്പം അവിടെ നിന്ന് എളിമയോടെ തലകുനിച്ച് അപ്പൻ്റെ അടുത്തേക്ക് നടന്ന ഒരു എളിമയുള്ള ഒരാളെ അവിടെ കാണാൻ പറ്റും. എളിമയുള്ളവൻ ചെളിക്കുഴിയിലാണേലും അവൻ രാജകൊട്ടാരത്തിലെത്തിയിരിക്കും. എളിമയുള്ളവൻ പട്ടുപോയാലും അവൻ പുതിയതായി ഉണർന്നെഴുന്നേറ്റിരിക്കും. അത് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. എളിമയുള്ള ഒരു മനസ്സ് മതി ദൈവം. അതാണ് ലേഖനത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ കരത്തിൻ്റെ താഴെ താഴ്മയോടെ നിൽക്ക്, എളിമയോടെ നിൽക്ക്, തക്ക സമയത്ത് നിന്നെ ഉയർത്തും. ദൈവം നിന്നെ ഉയർത്തും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനകുതിര കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. വലിയ സ്തോത്രക്കാഴ്ചകളിട്ടാൽ, ഡൊണേഷൻ കൊടുത്താൽ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത് നല്ല സത്യം. എളിമയോടെ നിന്നാൽ മതി, ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും. ഈ വചനം ധൂർത്തപുത്രൻ്റെ ഉപമ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത് വർഷങ്ങൾ കഴിഞ്ഞ് വായിക്കുമ്പോഴും ചില ആളുകൾ ഈ വായിച്ചിട്ട് കരയാറുണ്ട്. ഞാൻ വിചാരിച്ചത് എത്ര കൊല്ലമായി ബൈബിൾ കയ്യിലിരിക്കുന്നു, എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് ഇപ്പോൾ എന്ത് കരയാനാണ്? വായിക്കുമ്പോൾ തോന്നും, ഈ ധൂർത്തപുത്രനായ മനുഷ്യൻ ഞാനാണോ എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് ചോദിക്കും. ഇത് നീയല്ലേ ഈ അപ്പൻ്റെ 2 മക്കളിൽ ഇത് നീയാണ്, ഈ വഴിതെറ്റിപ്പോയത് നീയാണെന്ന് മനസ്സാക്ഷി പറയുമ്പോൾ അറിയാതെ നമ്മൾ എവിടെയോ പെട്ടെന്ന് വിതിമ്പിപ്പോവും, കരഞ്ഞു പോവും. ധൂർത്തപുത്രൻ്റെ ഉപമ വായിക്കുമ്പോൾ എളിമയുള്ളവരെ ദൈവം ഉയർത്തി നമ്മ പറഞ്ഞില്ലേ, ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ എഴുതിയിരിക്കുന്ന ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരപ്പന് 2 മക്കൾ. ഒരുപാട് കേട്ട് പ്രസംഗിച്ചും അടുത്ത വിഷയമാണിത്. ഇത് വീണ്ടും ഈ അച്ഛൻ പറയുകയാണോ എന്ന് ചിന്തിക്കരുത്. ഇത് പുതിയ കാര്യമാണ് പറയാൻ പോകുന്നത്, പഴയ കാര്യമല്ല. 2 മക്കളുണ്ടായിരുന്നു. ഈ 2 മക്കൾ ആരൊക്കെയാണ്? ഈ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ആരൊക്കെയോ ഈ 2 മക്കളിൽ ആരൊക്കെയോ ആണ്. ആരാന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഈ അപ്പൻ്റെ 2 മക്കളുണ്ട്, ഒരാൾ മൂത്തയാളും ഇളയാളും. ആരാണിന്ന്? അത് അവിടെയല്ല, ഇന്ന് ഈ നമ്മളിൽ ആരൊക്കെയോ ഈ 2 പേരിൽ ആരൊക്കെയോ ആണ്. ഒരാൾ അപ്പനോട് പറഞ്ഞു, എൻ്റെ സ്വത്ത് എനിക്ക് തന്നേരെ എന്ന് പറഞ്ഞു. അന്നേരെ കൊടുത്തു. അത് ഏതപ്പനാകും? നിങ്ങൾ കൊടുക്കുമോ? നിങ്ങളുടെ മക്കൾ എനിക്ക് 10 ലക്ഷം രൂപ നാളെ വേണമെന്ന് പറയുമ്പോൾ ഉടനെ ബാങ്കിലോട്ടാണോ നിങ്ങൾ ഓടുന്നത്? അല്ല, നിങ്ങൾ 1000 വട്ടം ചിന്തിക്കും.
ഇത് 1000 വട്ടം ചിന്തിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഇത് ആലോചിച്ച് അതിൻ്റെ പേര് ചിലപ്പോൾ ഒരു 150 വഴക്കുണ്ടാവും. മക്കൾ ചോദിക്കുക, എന്നെ 5 ഏക്കർ സ്ഥലം എനിക്ക് അന്നേരം എന്ന് പറയുമ്പം അന്നേരം രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി ആധാർ എഴുത്തുകാരനെ വിളിച്ച് എഴുതുമല്ല, 1500 പ്രാവശ്യം ചിന്തിക്കും വേണോ വേണ്ടയോ എന്ന്. ചിലപ്പോൾ മുട്ടം വഴക്ക് വരെ സംഭവിക്കും. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഒരു അപ്പൻ ഒരു വഴക്കുമില്ല, അന്നേരം പോയി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. സ്വീകരിച്ച ഉടനെ അവൻ ഏതോ ഒരു ദേശത്ത് പോയി നശിപ്പിച്ച് എല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അവസാനം എവിടെ എത്തി? പന്നിക്കുഴിയിലെത്തി. ഇനി അവിടെ കാര്യങ്ങൾ ഇനി ഒരു ഫിലിമിൽ കാണുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ കാണണം. ഇനി ഒരു ജീവിതം മുഴുവൻ യൂട്ടേൺ തിരിഞ്ഞ കാര്യമാണ് കാണുന്നത്. അവിടെ കിടന്നവൻ ആത്മഹത്യ ചെയ്തു എന്നല്ല, ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ഇത്രയും കാരണങ്ങളൊക്കെ മതി. ഇത്രയും തകർന്നു പോയ ഒരാൾ പണ്ടേ മരിക്കാൻ തീരുമാനിക്കും. പക്ഷേ ഒരു അത്ഭുതമുണ്ട്, ഈ മനുഷ്യൻ ഒരിക്കൽ പോലും ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു ചോദ്യമുണ്ട് ഈ ധൂർത്തപുത്രനോട്, നീ എന്തുകൊണ്ടാണ് ഇത്രയും തകർന്നിട്ടും മരണത്തെക്കുറിച്ച് ചിന്തിക്കാഞ്ഞത്? എവിടെ വിഷം കിട്ടും, എവിടെ കയറ് കിട്ടും, ഏതു മരത്തെ തൂങ്ങണം എന്ന് ചിന്തിക്കാഞ്ഞത് എന്തുകൊണ്ട്? പ്രതീക്ഷയുണ്ട് അവന്. തിരിച്ചു ചെന്നാൽ ആ അപ്പൻ കൈവിടിയേലെന്ന്, എളിമയോടെ തിരിച്ചു ചെന്നാൽ ഉപേക്ഷിക്കത്തില്ലെന്ന്. ആ തിരിച്ചറിവ് മതി സുഹൃത്തെ നിനക്ക് രക്ഷപ്പെടാൻ. ഈ ഒരു തിരിച്ചറിവ് മതി. നീ ഇത്രയും ദൂരം പോയില്ലേ, യൂട്ടേൺ പോലെ ഒന്ന് തിരിഞ്ഞ് ആ ദൈവസന്നിധിയിലേക്ക് ചെന്നാൽ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ദൈവം നിന്നെ ഉയർത്തിയിരിക്കും. മനസ്സിലൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ വീണുപോയ ഒരാളാണ്, തെറ്റിപ്പോയി, എനിക്ക് വഴിതെറ്റിപ്പോയി, നിന്നെ ദൈവം ഉയർത്തിയിരിക്കും. ഇനി എനിക്ക് അത്ഭുതമായി തോന്നിയ ഒരു കാര്യമുണ്ട്. കാനഡയിൽ നിന്നോ UK നിന്നോ ദുബായിൽ നിന്നോ വരുന്ന ഒരാളല്ല കേട്ടോ, വരുന്നത് പന്നിക്കുഴിയിൽ നിന്നാണ്. ലോഡ് കണക്കിന് സ്വീറ്റ്സും മുട്ടായും സ്പ്രേയും ഒന്നുമായിട്ടല്ല വരുന്നത്. പന്നിക്കുഴിയിലെ ദുർഗന്ധം പിടിച്ച് എല്ലാവർക്കും പന്നിയിറച്ചി ഇഷ്ടമാണ്, പക്ഷേ പന്നിക്കൂട് പലർക്കും ഇഷ്ടമല്ല. ആ ദുർഗന്ധമൊന്നും ആരും സഹിക്കില്ല, എല്ലാവരും മൂക്കുപൊത്തി ഓടും. ആ സ്ഥലവും ആ പരിസരമൊക്കെ ആകെ വൃത്തികേടാണ്. പന്നിയിറച്ചി എല്ലാവരും നന്നോളം കഴിക്കും, പക്ഷേ ആ കൂടും പരിസരമൊന്നും എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നതല്ല. ഈ മനുഷ്യൻ വരുന്നത് വലിയൊരു വീട്ടിൽ നിന്നല്ല, പന്നിക്കുഴിയിൽ നിന്നാണ്. ദുർഗന്ധമാണ്. പണ്ട് പോയ പോലെ നല്ല കവളൊക്കെ ആയിട്ടല്ല ഇപ്പോൾ വരുന്നത്. പന്നിയുടെ തവിട് പോലും തിന്നാൻ കിട്ടാതെ കവളൊട്ടി തലമുടി നീട്ടി ഭ്രാന്തനെ പോലെ തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോൾ ഒരു കാര്യമുണ്ട്. ആരാദ്യം കണ്ടത്? മകനോ അപ്പനോ? ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ അപ്പൻ ദൂരെ വച്ച് തന്നെ അവനെ കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. ദൂരെ വച്ച് തന്നെ കാണണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, ഒരു കാര്യമുണ്ട്, അതിന് നടന്നിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ 10 മണിക്ക് ഒരാൾ വരുമെന്ന് പറഞ്ഞാൽ 9:30 തൊട്ട് നിങ്ങൾ ജനലിക്കൂടെയും വാതിലിക്കൂടെയും നോക്കും. ഒരു വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ നോക്കും. അങ്ങനെ നിങ്ങൾ ഏകദേശം ആ പറഞ്ഞ സമയത്തോട് അടുക്കുമ്പോൾ നിങ്ങൾ ദൂരെ വച്ച് തന്നെ കാണണമെങ്കിൽ 9:30 വരും, 10 മണിക്ക് വരുമെന്ന പ്രതീക്ഷയുള്ളവരെയാണ് പെട്ടെന്ന് നമ്മൾ ദൂരെ വെച്ച് തന്നെ കാണുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ ദൂരെ തകർന്ന് തരിപ്പണമായിട്ടും അവൻ പോലും തിരിച്ചു വരണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അപ്പൻ അവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു പക്ഷേ പള്ളിയിൽ പോകാത്ത ഒരാളായിരിക്കും. നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തെ പോലും പുച്ഛിക്കുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ ഇതൊന്നും വിലയില്ല, ഇയാൾക്ക് വേറെ പണിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളെ പ്രതീക്ഷയോടെ നിങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ പള്ളിയിൽ പോയിട്ട് നാളുകളായി, നിങ്ങൾ ധ്യാനം കൂടത്തില്ല, നിങ്ങൾ പാട്ട് പാടത്തില്ല, നിങ്ങൾ സ്തുതിപ്പിനെതിരാണ്, നിങ്ങൾ ആരാധനയ്ക്കെതിരാണ്. ഇതെല്ലാം അവിടെ ഇവിടെയും തട്ടിപ്പുകൾ ഉണ്ടാകുമായിരിക്കും, പക്ഷേ അതിനെക്കുറിച്ചല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ തിരിച്ചു വരുമെന്ന്, നിന്റെ കുടുംബം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ തിരിച്ചു വന്നാൽ പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ നിനക്ക് പറയാൻ പറ്റും, എളിമയുള്ളവരെ ദൈവം ഉയർത്തുമെന്ന്. എളിമയുള്ളവരെ ദൈവം ഉയർത്തുമെന്ന്. പന്നിക്കുഴിയിൽ നിന്ന് വരുന്ന ഒരുത്തനെ ഇതുപോലെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ കാനഡയിൽ നിന്നോ വരുന്ന ഒരാളെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ 10-50 പേര് ചിലപ്പോൾ പോയെന്നിരിക്കും. പന്നിക്കുഴിയിൽ നിന്ന് വരുന്ന ഒരാളെ കൂടപ്പുറപ്പാണെങ്കിലും ചിലപ്പോൾ കൂട്ടാൻ പോയെന്ന് വരില്ല. പക്ഷെ ഒരപ്പൻ പ്രതീക്ഷയോടെ അവിടെ നിന്നു. നിന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മറക്കരുത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, എളിമയോടെ ഒന്ന് തിരിച്ചു വരാൻ തയ്യാറായാൽ മതി. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാൻ പോകുമ്പം ഈ കാര്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോവാ. എളിമയുള്ളവരെ ഉയർത്തും. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ പാട്ടുകാരനാണ്, ഞാൻ വലിയ പ്രസംഗികനാണ്, ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഈ ഗമയുള്ളവരെ ഒന്നും ദൈവം ഉയർത്തില്ല. ഈ വലിയ ആളാണെന്ന് മനസ്സിലും ശരീരത്തിലും കൊണ്ടു നടക്കുന്ന ആൾക്കാരെ ദൈവം ഉയർത്തും. എളിമയുള്ളവരെ ഉയർത്തും. എളിമയുള്ളവരെ മനുഷ്യരെ ഉയർത്തും, ദൈവം ഉയർത്തും. അത് സത്യമാണ്. നോക്കൂ, തകർന്ന് തരിപ്പണമായ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ അവൻ പോലും വിചാരിച്ചില്ല ഇത്രയും ഗ്രാൻഡ് സ്വീകരണം ഉണ്ടാകുമെന്ന്, ഇത്രയും വലിയൊരു അനുഗ്രഹം കിട്ടുമെന്ന് ഓർത്തില്ല. 2 അടി ചിലപ്പം പ്രതീക്ഷിച്ചായിരിക്കും വന്നത്. എന്നാൽ കേട്ടെ, തിരിച്ചു വരുമ്പോൾ ദൂരെ വച്ച് തന്നെ കണ്ടിട്ട് എങ്ങനെയാണ് ഇവനെ തിരിച്ചറിഞ്ഞെന്ന് ചിന്തിക്കണ്ടേ. വർഷങ്ങൾ കുറേയായി പോയിട്ട്, പണ്ട് പോയതുപോലെ അല്ല തിരിച്ചു വരുന്നത്. വസ്ത്രം മോശം, കവളൊട്ടി, കളറ് മാറി, തലമുടിയുടെ ഷേപ്പ് മാറി. എന്നിട്ടും അപ്പൻ മകനെ മറന്നിട്ടില്ല. ഇതാണ് എൻ്റെയും നിങ്ങളുടെയും കോലം. എത്ര മാറിയാലും, ഇനി പാപത്തിൽ വീണ് ചെളിക്കുഴിയിൽ വീണ് ആകെ ഉരുണ്ട് മുഴുവൻ ചെളിക്കൂടായി മാറിയാലും നിന്നെ ദൈവം മറക്കത്തില്ല.
നിന്നെ ദൈവം മറക്കത്തില്ല. ഈ വാക്യം വായിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അപ്പം പറയില്ലേ, രണ്ടുപേരെ വിളിച്ചിട്ട്, എടാ എൻ്റെ മകനാണ്, അവനാണോ വരുന്നത്, അവനെപ്പോലെ മുഖഷയിപ്പോൾ ഒരുത്തനാണല്ലോ കയറി വരുന്നത്, എനിക്കൊരു സംശയമുണ്ട് എന്നൊന്നുമല്ല പറഞ്ഞത്. ആരോടും ചോദിച്ചില്ല. ആ കോലത്തിൽ വന്നപ്പോഴും അപ്പന് മനസ്സിലായി ഇതെൻ്റെ മകനാണെന്ന്. ഏത് കോലത്തിലായിപ്പോയാലും, ഏത് അവസ്ഥയിലേക്ക് തകർന്നു പോയാലും, ഏത് കഠിനമായ പാപത്തിൽ പെട്ടുകിടക്കുവാണേലും, എത്ര വലിയ കുറ്റബോധത്തിൽ കുരുങ്ങിക്കിടക്കുവാണേലും തിരിച്ചു വരാൻ തയ്യാറായാൽ നിന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നാട്ടുകാരിലേലും ദൈവമുണ്ട്. നിനക്കൊരു ദൈവമുണ്ടെന്ന് ആദ്യം തിരിച്ചറിയുക. ആ ദൈവം പ്രതീക്ഷയോടെ ഇരിക്കുന്നു. തിരിച്ചു വരുമ്പോൾ ഈ അപ്പൻ എന്തു ചെയ്തു? അവൻ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അവനെ കെട്ടിപ്പിടിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത്. കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു ആത്മീയ അനുഭവമാണ്. നമ്മൾ പലരെയും കെട്ടിപ്പിടിക്കാറുണ്ട്. അത് ഇഷ്ടമില്ലാത്തവരെയും ചിലപ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു കേവലം ഒരു ചടങ്ങായി മാറും. പക്ഷേ ഇതൊരു ചടങ്ങിൻ്റെ ഭാഗമായി കെട്ടിപ്പിടിച്ചതല്ല, അത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു ആലിംഗനമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും ചെളിയിലാണ് നിൽക്കുന്നതെങ്കിൽ കെട്ടിപ്പിടിക്കില്ല, കുളിപ്പിക്കാൻ പറയും, അല്ലെങ്കിൽ നന്നാൻ വസ്ത്രം മാറ്റിയെടുക്ക്, ഈ കൊച്ചിൻ്റെ വസ്ത്രം മാറ്റിക്കേ, ഇത് ആകെ വൃത്തികേടാ എന്ന് പറഞ്ഞിട്ടേ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയുള്ളൂ. ഇവിടെ അവനോട് പറഞ്ഞത് പോയി കുളിച്ചിട്ട് വാടാ, ഈ ഡ്രസ്സ് മാറ്റ് എന്നൊന്നും അല്ല ആദ്യം പറഞ്ഞത്. അവനെ അതേ അവസ്ഥയിൽ രണ്ട് കൈ കൊണ്ടും സ്വീകരിച്ചു. പ്രിയരെ, എളിമയോടെ തിരിച്ചു വരാൻ തയ്യാറായാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ദൈവം എനിക്കും നിനക്കുമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആ ദൈവത്തെ മറക്കാൻ നിനക്ക് പറ്റുമെങ്കിലും ആ ദൈവം നിന്നെ മറക്കില്ല. ഏത് കോലത്തിലായാലും, ഏത് വിധത്തിൽ നീ മാറിപ്പോയാലും, 24 മണിക്കൂർ നീ വിമർശിച്ചുകൊണ്ടിരുന്നാലും, നീ ദൈവത്തെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. ഒരു കാര്യം ഓർക്കുക, നീ എളിമയോടെ തിരിച്ചു വന്നാൽ നിൻ്റെ അനുഗ്രഹം നീ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലായിരിക്കും. ഈ വാക്യം വായിച്ച് അവസാനം എഴുതിയിട്ടൊരു വാക്കുണ്ട്. അവസാനം എഴുതിയിരിക്കുന്നത് 22-ാമത്തെ വാക്യം. ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കുവിൻ. ഏത് വസ്ത്രമാണ്? അവിടെ ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട്. കാരണം എടാ, അവിടുത്തെ അലമാരിയിൽ കുറേ വസ്ത്രമുണ്ട്, ഇവന് പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണം എടുത്തു കൊടുത്തേന്നല്ല പറഞ്ഞത്. അവന് വേണ്ടി കരുതി വച്ചൊരു വസ്ത്രത്തെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ മേൽത്തരം വസ്ത്രം തിരിച്ചു വരുമ്പോൾ വസ്ത്രത്തിൻ്റെ സ്ഥാനത്ത് മറ്റു പലതും ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അത് സാധാരണ വസ്ത്രമല്ല, മേൽത്തരം വസ്ത്രം. കാനായിലെ കുടുംബത്തിൽ വീഞ്ഞ് തീർന്നുപോയി, ദൈവം അത്ഭുതം പ്രവർത്തിച്ച് വീഞ്ഞ് ഭക്ഷണമേശയിൽ വിളമ്പിയപ്പോൾ ഭക്ഷണം കഴിച്ച ആളുകൾ ചോദിച്ചില്ലേ, മേൽത്തരം വീഞ്ഞ് എവിടെയായിരുന്നു എന്ന്? ഏറ്റവും നല്ലതിനാണ് ആ വാക്കുപയോഗിക്കുന്നത്, മേൽത്തരം. പ്രിയരെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിനക്കൊരു മേൽത്തരം നന്മ കരുതിയിട്ടുണ്ട്. ആ അലുമാരിയിൽ, സ്വർഗത്തിൻ്റെ അലുമാരിയിൽ, അത് നിന്റെ കയ്യിലോട്ട് എടുത്തു തരാനായി ഈ 33 ദിവസം ദൈവം ഒരുക്കുന്നത്. അത് ആ മേശയിൽ ഈ അലുമാരിയിൽ പൂട്ടി വെക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് തുറന്ന് നീ തിരിച്ചു വരുമ്പോൾ അത് നിന്റെ കയ്യിലേക്ക് തരും. ഈ പ്രതിഷ്ഠയുടെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് 33 ദിവസം ഒരുങ്ങുമ്പം ജീവിതത്തിൻ്റെ തെറ്റുകളെക്കുറിച്ച് ആദ്യ ദിവസം പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന്? അതിൻ്റെ ഒരു ഭാഗമാണ് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞത്. കുമ്പസാരിച്ചൊരുങ്ങണം. ഇത് ചെയ്യാനാ. നല്ലയൊന്ന് ഒരുങ്ങിക്കഴിയുമ്പം, അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞും തിരിച്ചു വരുമ്പം എന്ത് സംഭവിക്കുമെന്നറിയാമോ? സ്വർഗത്തിൻ്റെ അലുമാരിയിൽ നിനക്ക് വേണ്ടി കരുതി വെച്ച വസ്ത്രമായിരിക്കില്ല, ജോലിയായിരിക്കും, വീടായിരിക്കും, ആരോഗ്യമായിരിക്കും, സൗഖ്യമായിരിക്കും, വിടുതലായിരിക്കും, നന്മയായിരിക്കും. അതെടുത്ത് നിന്റെ കയ്യിലോട്ട് കൈമാറും. അതാ തിരിച്ചു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു കൈമാറ്റം നടക്കുന്നു. ദൈവത്തിൻ്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിലെത്തുന്നു. അതാണ് ഏറ്റവും അനുഗ്രഹമുള്ള ഒരു മുഹൂർത്തം. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ ഈ 33 ദിവസം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ ഇതിനകത്ത് ഒത്തിരി അത്ഭുതങ്ങളുള്ള ദിവസങ്ങളുണ്ട്, മണിക്കൂറുകൾ. ഒരു നിമിഷം പോലും ഇത് കളയാനില്ല. കാരണം ഇത് പ്രാർത്ഥിച്ചൊരുങ്ങി നടത്തുന്ന ഒരു ശുശ്രൂഷയാണ്. എൻ്റെ കയ്യിൽ മൈക്കുണ്ട്, എൻ്റെ മുമ്പിൽ ക്യാമറയുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ വായിൽ വരുന്നത് എന്തൊക്കെയോ വിളിച്ചു പറയുന്നതല്ല. ദീർഘ സമയങ്ങൾ ഇരുന്നും എഴുതിയും ഒരുങ്ങിയും പ്രാർത്ഥിച്ചും പറയുന്ന ഓരോ വാക്കുകളെ മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കിതിനോട് 100% നീതി പുലർത്തിയ ശുശ്രൂഷയാണിത്. എനിക്കതിന് വില കൊടുത്തുള്ള സമയം, ഇതിനുവേണ്ടി സമയം മാറ്റിവെച്ച് പ്രാർത്ഥിച്ച് തുറന്ന ബൈബിളിൻ്റെ മുമ്പിൽ എഴുതിയ വാക്യങ്ങളും വചനങ്ങളുമാണ് പ്രിയരെ ഭക്ഷണം പോലെ വിളമ്പുന്നത്. ഇതിനകത്തൊരു അനുഗ്രഹമുണ്ട്. ദൈവം തൻ്റെ അലമാരിയിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിൻ്റെ കയ്യിൽ നീ അനുഭവിക്കും, നിൻ്റെ കയ്യിലതെത്തും. എങ്ങനെയാണെന്നറിയാമോ? സ്കൂളിൽ ഒരു ഓട്ട മത്സരം നടത്തിയാൽ 1ും 2ും 3ും കിട്ടിയവരെ ഒരു ഉയർന്ന പീഠത്തിൽ സ്കൂൾ അധികൃതർ കയറ്റി നിർത്തിയിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ട്രോഫിയോ അല്ലെങ്കിൽ കഴുത്തിലിടുന്ന ഒരു മാലയോ അത് സമ്മാനമായി കൊടുക്കും. അതെല്ലാവരും കാണുക. ഇതുപോലെ സ്വർഗത്തിലെ ദൈവം എല്ലാവരും കാണുക. പ്രാർത്ഥിച്ച് നിന്നെ മാനിച്ചിരിക്കും, പ്രാർത്ഥിച്ച് നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. നമ്മൾ ഇന്ന് കേട്ടത് എളിമയുള്ളവരെ ഉയർത്തുന്ന, അത് പറഞ്ഞത് മനുഷ്യനല്ല, പരിശുദ്ധ അമ്മ പറഞ്ഞു, എളിമയുള്ളവരെ ദൈവം ഉയർത്തും. നിൻ്റെ കുടുംബത്തെ നോക്കിയിട്ടും നിൻ്റെ മുഖത്ത് നോക്കിയിട്ടും ഇത് ഞാൻ പറയും, എളിമയുള്ളവരെ ഉയർത്തും. എൻ്റെ ജീവിതം അതിനൊരു സാക്ഷ്യമാണ്. യോഗ്യത കൊണ്ടല്ല മുമ്പിൽ നിൽക്കുന്നത്, എളിമയോടെ നിന്നതുകൊണ്ടേ ഉള്ള ഉയർച്ചകളൊക്കെ എനിക്കും ഉണ്ടായിട്ടുള്ളൂ. എളിമയുള്ളവരെ ദൈവം ഉയർത്തും, എളിമയുള്ളവരെ ദൈവം ഇഷ്ടപ്പെടുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? നിങ്ങൾ കുടുംബമായി ഒന്ന് പ്രാർത്ഥനയിലേക്ക് വാ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 7ാമത്തെ ദിവസമാണ്.
ഇതൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്.